ശ്രുതി ഒരു വലിയ തന്ത്രം പണിയുകയാണ്. മലേഷ്യൻ അച്ഛൻ എവിടെ എന്ന ചന്ദ്രയുടെ ചോദ്യം ഒഴിവാക്കാനായി. അതിനാണ് അവൾ ബീരാനെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഇങ്ങനെ വിളിച്ചത് ചുമ്മയായിരുന്നില്ല, ഒരു സൂക്ഷ്മമായ കഥയുടെ ഭാഗമായി എല്ലാ വീട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ വരവ്. ബീരാനെ കണ്ടപ്പോൾ ചന്ദ്രോദയം വീട്ടിലെ എല്ലാവരും ആശ്ചര്യത്തിലാണ്. ശ്രദ്ധേയമായ പ്രകടനമാണ് ബീരാൻ കാഴ്ചവച്ചത്. ശ്രുതിയുടെ ഇളയച്ചനെ കാണുന്നതിൽ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ചന്ദ്ര. പക്ഷേ ആ പ്രതീക്ഷകൾ ഉടൻ തന്നെ തകർന്നുപോയി. വീട് കയറിച്ചെത്തിയ ഉടൻ ബീരാൻ എല്ലാവരോടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിൽ ഇടാൻ ആവശ്യപ്പെട്ടു. ഈ വേറിട്ട മൂവ് എല്ലാവർക്കും കുഴപ്പം തോന്നിച്ചു. പിന്നെയായി ബീരാൻ തുടങ്ങിയത്. പോലീസ് തിരയുകയാണ്, ശ്രുതിയുടെ അച്ഛനെ കാണാൻ മലേഷ്യയിലേക്ക് പോയിട്ട് ഒളിഞ്ഞു നാടുകടന്നതാണെന്ന് പറഞ്ഞു. ശ്രുതിയുടെ അച്ഛൻ ഇപ്പോൾ ജയിലിലാണെന്നും ബിസിനസ്സിൽ പങ്കാളികളുടെ കപടത്വം മൂലമാണ് കള്ളക്കേസ് ചാർജ് ചെയ്തെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട ശേഷം ശ്രുതി അഭിനയിച്ച് കരയാൻ തുടങ്ങി. അതോരോണ്ണം കേട്ടവർക്കും സംഭവങ്ങൾ സത്യമായി തോന്നി. പക്ഷേ സച്ചിയും രേവതിയും കഥയുടെ യാഥാർത്ഥ്യത്തിൽ സംശയത്തിലായി. അതിനാലാണ് ചന്ദ്ര മലേഷ്യൻ അച്ഛനെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ വിട്ടെടുക്കാൻ ശ്രുതിയും സുധിയും ചേർന്നു പോകട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചത്. എന്നാൽ അതിന് അനുവാദം നൽകാതിരിക്കാൻ ബീരാനോട് സൂചന നൽകി ശ്രുതി. ശ്രുതിയുടെ ചിട്ടയനുസരിച്ച് ബീരാൻ അത് അപകടകരമാണെന്നും അവർക്ക് പോലും ജയിലിൽ പോകേണ്ടിവരുമെന്നുമൊക്കെ പറഞ്ഞു ഭയപ്പെടുത്തുകയും ചെയ്തു. അവസാനം ബീരാൻ പറഞ്ഞു, ഇത് അറിയിക്കാൻ വന്നത്രേ എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. എപ്പിസോഡിന്റെ അവസാനത്തിൽ ശ്രുതി തന്റെ തന്ത്രം വിജയത്തിലേക്ക് നീങ്ങുന്നതിന്റെ സന്തോഷത്തിൽ കള്ളച്ചിരിയോടെ മുറിയിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അതോടെ ചന്ദ്രയും സുധിയും അവളെ ആശ്വസിപ്പിക്കാൻ പിന്നാലെ പോയി. ഇതുപോലെ നാടകീയത നിറഞ്ഞ കഥകളുമായി ചെമ്പനീർ പൂവ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ എത്തും.